ഭയങ്കര ശരീരവേദനയും കിടുങ്ങലും തലവേദനയും. അതെപ്പോഴും രാവിലെ ഉണ്ടായിരുന്നു, വെളുപ്പിനെ കിടുകിടാന്ന് കിടന്ന് കിടക്കുമായിരുന്നു. ഈ രാവിലെ ചായ കുടിച്ച സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അത് കിടുങ്ങല് മാറാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചു, എന്നിട്ട് കുറവില്ല. നീ ധർണയ്ക്ക് വരണില്ലേ? എവിടെ എവിടെ? വയ്യോ പച്ചമ്പി, സകല ശരീരം അനങ്ങാൻ വയ്യ. ഓഫീസിൽ രാവിലെ ധർണ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലടാ. അത് വരണമെന്ന് വിചാരിച്ച് എഴുന്നേറ്റപ്പോഴല്ലേ കിടുങ്ങലും വേദന വന്നേ. നാടുവൈദ്യരെ വിളിച്ച പറഞ്ഞു നല്ലോണം ആവി കൊണ്ട് വിയർത്ത് കളഞ്ഞിട്ട് തലവഴങ്ങാരം പുതപ്പ് വെച്ച് കിടക്കാൻ പറഞ്ഞു. അയ്യോ എടേ, അതെ ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്, എല്ലാവർക്കും ഉള്ളത് തന്നെ, ഈ ജലദോഷവും ഈ തലവേദനയൊക്കെ. നീ ആ ധർണയ്ക്ക് വന്നിട്ട് പോ. ഈ ശരീരവേദന കൊണ്ട് ഞാൻ എങ്ങനെ നടന്നു വരും മച്ചമ്പി? ഒന്നാമത് വെയിൽ കൊണ്ടുമ്പോൾ തന്നെ പനി കൂടും. റൊണാൾഡോ, ഞാൻ പറയണ കേക്ക്, നിന്നെയും കൂടെ ചേർത്താണ് നമ്മൾ അവിടെ കണക്ക് കൊടുത്തിട്ടുള്ളത്, ഇത്ര ആളുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് നീ വന്നിട്ട് പോ, അവിടെ ഒന്ന് തല കാണിച്ചിട്ട് പോ. വയ്യാന്നുള്ള കാര്യം കണക്കിനകത്ത് രേഖപ്പെടുത്തിയാൽ മതി മച്ചമ്പി, എനിക്ക് തീരെ വയ്യ മച്ചമ്പി. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ പറ്റൂല. അവിടെ വന്നൊന്ന് തല കാണിച്ചിട്ട് പോ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങണ ആ സമയം നീ അവിടെ നിന്ന് അപ്പോഴൊന്ന് പോക്കി അവിടെ ആ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണതിലൊന്നും ഉണ്ടായാൽ മതി. എനിക്ക് വയ്യ, രണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഓട്ടോറിക്ഷയിൽ വരാനുള്ള പൈസ അവിടെ വെച്ചേക്കാം. പൈസ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മേളിൽ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. നീ അവിടെ നിന്ന് അത് എടുത്തിട്ട് മെല്ലെ ഒരു ഓട്ടോയിൽ വന്ന് തല കാണിച്ചിട്ട് തിരിച്ചിവിടെ വന്നോ കേട്ടാ. ഞാൻ ഇറങ്ങണേ, ഞാൻ ഇറങ്ങി. അല്ല ക്ഷേമനിധിയുടെ വണ്ടിയിൽ പോയി കിടന്ന് തരണയും കണ്ട് അടി കൊണ്ടിട്ട് വന്നാലേ കിടന്നു പോയ എൻ്റെ കുടുംബം പട്ടിണിയാവുന്നത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ഭൂലോകം ഉടായിപ്പേ, നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? ഇതുപോലെ കുറേ കസർത്ത് കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പച്ചവെള്ളത്തിലടാ ആവി പിടിക്കുന്നത്. നിനക്ക് എന്ത് കുരുന്ന്? തലവേദന ഒരെണ്ണം തന്നോണ്ടല്ല, കൂടുതൽ ആള് കളിക്കല്ലേ. മനസ്സിലായ നീ എന്ത് ധർണയ്ക്ക് വരാത്ത? വെറുതെ വന്ന അവിടെ ലാത്തിയടി കണ്ടു. ലാത്തിയടിയാ? ഒരു ലാത്തിയടിയും കൊള്ളൂല. മര്യാദയ്ക്ക് ധർണയ്ക്ക് വന്നോളൂ. ആരെടുത്ത് കളിക്കണത് നീ ഇത്? മനസ്സിലായി? അയ്യോ, ഇതൊന്നും മനസ്സിലാവാൻ. പിന്നെ നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലേ. എടാ, ലൂസിഫർ സിനിമയ്ക്കകത്തെ ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അറിയാം. എന്താണ്? എൻ്റെ തന്തയല്ല എൻ്റെ തന്തയെന്നില്ലേ. അതല്ല, നിന്റെ അപ്പനല്ല എൻ്റെ അപ്പൻ കേട്ടാ. ആ, മര്യാദയ്ക്ക് ഒരുങ്ങി ധർണയ്ക്ക് വന്ന നിനക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് കൊടുങ്ങാവിളക്ക്. ആര് കൊടുങ്ങാളെ ഇപ്പോൾ ധർണയ്ക്ക് വരുമല്ലോ. ആ, മര്യാദയ്ക്ക് വാ അങ്ങോട്ട്. ഓട്ടോ പൈസ അവിടെ വെച്ചേക്കുന്നത്? ഓരോ ഓട്ടോ പൈസയും ഇല്ല. നീ മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി. എടാ, നിന്റെ ഉടായ്പ എനിക്ക് അറിഞ്ഞുവിടുന്ന നീ വിചാരിച്ച? കുറേ നാളായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ കുറേ കാണിച്ചതും തന്നെ ഞാൻ. പിന്നെ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൊക്കെയാണ്, പുറത്തെടുപ്പിക്കരുത്. അതുകൊണ്ട് വാ പിള്ളാന്. വന്നോന്ന് ഒരു നമ്പരും ഇങ്ങോട്ട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എനിക്ക് ഞാൻ കാലത്ത് എനിക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കണമെന്ന് തോന്നുന്നു. മര്യാദക്ക് ഒരെണ്ണം കഴിച്ചേ. മതി 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 മതി. അമ്മയും കൂടെ വാമേ നാളെ കല്യാണത്തിന്. അയ്യോ എൻ്റെ പൊന്നടി, എനിക്ക് വരാൻ വയ്യ. എനിക്ക് കണ്ടൊരു പരിചയം പോലും ഇല്ലാത്ത ഒരാളിൻ്റെ കല്യാണത്തിന് വിളിക്കുന്നു. ഉദ്ദേശിക്കുന്നതാണ് കൂടെ പഠിക്കണോ? കൂടെ കല്യാണം വിളിക്കാൻ വന്നില്ലേ? എല്ലാരും വരണമെന്നല്ലേ പറഞ്ഞത്? ഒന്നുമില്ലേ, അവ പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അവന്റെ കല്യാണത്തിന് പോയില്ലെങ്കിൽ അതൊരു മോശമായി പോകും. നിങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് വരും. അതുമല്ല, താഴെയാണെങ്കിൽ ചേച്ചി പോലും ഇല്ല. പിന്നെ അവിടെ റൊണാൾഡോ ഉണ്ടല്ലോ. ആ ഫസ്റ്റ് അതുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാണ്. ഇതാകുമ്പോഴത്തേക്ക് അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറൊന്നും വെക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് വരണം. സംഭവമൊക്കെ ശരിയായി. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പോകുമ്പോൾ 5000 രൂപ കൊടുക്കണം. അപ്പൊ എൻ്റെ അക്കൗണ്ടിൽ എല്ലാവരും ഉള്ളിപ്പണിക്ക് 2000 രൂപ ഉള്ളൂ. അയ്യോ അയ്യോ, 5000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ മോശം. പിന്നെ ഒന്നാമത് പുതുതായിട്ടൊക്കെ വന്നതല്ലേ. ഓ, ഞാനാണെങ്കിൽ എല്ലാ ആഴ്ചയും പിള്ളേരോട് പറയും ഫീസ് തരണേ എന്ന്. ഒറ്റ പ്രശ്നങ്ങളും തരുന്നില്ലെന്നേ. കഴിഞ്ഞ ആഴ്ച ഒറ്റ പൈസ കിട്ടിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടേനെ. അതിന് വിഷമിക്കണ്ട, എൻ്റെ പെൻഷൻ ഭാഷ കിടപ്പുണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് എടുത്ത് തരാം. നിങ്ങൾ പോയിട്ട് അമ്മേടെ പൈസ ഒന്നും വേണ്ട, ഞാൻ വേറെ എവിടെ അറേഞ്ച് ചെയ്തോളാം. അതെന്താ അങ്ങനെ പറയുന്നത്? എൻ്റെ കാശ് വേണ്ടെന്ന്. അത് നീ വേറെ ആരെന്തെങ്കിലും കടം വാങ്ങിക്കുന്നതാണ് ചെയ്യണം. നീ എൻ്റെ നിന്ന് കടം വാങ്ങിക്കുന്നു, തിരിച്ച് നീ തന്നേച്ചാൽ മതിയല്ലോ. വേണ്ടമ്മ, ഞാൻ വേറെ ആരും ചോദിച്ചേ. എന്നാ പിന്നെ വാങ്ങിച്ചിട്ട് സാലറി കിട്ടുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി അമ്മയ്ക്ക്.
സാലറി കിട്ടും. എന്തോ വാ വാ ഇവര് കഴിച്ചു തുടങ്ങി. ഇരിക്ക്. ആ, ദേ, റൊണാൾഡോ ചേച്ചൻ എന്തേ വന്നില്ലേ? പിള്ളക്ക് കള്ളപ്പനി. ഓ ആവി പിടിക്കുന്നു. അവന് പനി പോലും. അത് പെട്ടെന്നൊരു കള്ളപ്പനി. ഇന്നൊരു ധർണയുണ്ട് പാർട്ടിയുടെ. അപ്പൊ അതിന് വരാൻ ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് വരാതിരിക്കാൻ വേണ്ടിട്ട് പച്ചവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പുതപ്പ് മൂടി ഇരുന്നിട്ട് എന്റെ അടുത്ത് നമ്പർ അവൻ. ഇനിയിപ്പോ ക്ലീരചാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് വരും കേട്ടോ. ലില്ലിപ്പെണ്ണെ കഴിക്കാൻ റെഡിയായി വരുവാ. ആ, എന്താ കറി എന്തടി? സാമ്പാർ നല്ല ഇഡ്ഡലി എവളെ സാമ്പാർ പിന്നെ പറയാണ്ട. അതാ അമ്മ എടേ എവിടെയാന്നേ ധർണ? ധർണ നമ്മുടെ ഈ ക്ഷേമനിധി ഓഫീസില്ലേ അവിടെയാണ്. എസ് പിയുടെ പ്രത്യേക ഓർഡർ ഉണ്ട്. റോഡ് ഉപരോധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യരുത്, പണിയാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എസ് പിയുടെ അടുത്ത് പറ ഈ ഓഫീസ് അവിടെ നിന്ന് എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ. പിന്നെ അല്ലാതെ പിന്നെ എന്തോന്നും ഓർഡർ വന്ന കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. എൻ്റെ പൊന്നളിയാ, എത്ര പേർക്കാണ് പെൻഷൻ കിട്ടാവുള്ളത് എന്ന് നിനക്കറിയാമോ? ആ പെൻഷൻ വാങ്ങിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് സമയത്ത് കിട്ടാതെ വരുമ്പോ ഞങ്ങളെപ്പോലുള്ള പിന്നെ കൈ കെട്ടി നോക്കിയിരിക്കണമെന്നാണ് നീ പറയണേ? അത് കറക്റ്റ്. ശരി, നിങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളും ചെയ്തോളാം. നിങ്ങളുടെ പോലീസിന്റെ പ്രതികരണം വളരെ മോശമായി പോകും. നിങ്ങൾ പ്രതികരിച്ച ഞങ്ങളും പ്രതികരിച്ചിട്ട് പലതും തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിക്കുന്ന നമുക്കറിയാം. പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ലാത്തി എടുക്കും, നിങ്ങൾ ഓടും. ആവശ്യമില്ലാത്ത കാര്യത്തിലും ചെന്നല്ല പെട്ട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇപ്പൊ പറഞ്ഞു കേട്ടാ, ലാത്തി എടുക്കുന്നു. ഈ ലാത്തി എന്ന് പറയുന്ന ഒരു കമ്പിന്റെ ധൈര്യത്തിലാണ് ഇവർ ഇത്രയും നിലവിളിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞു. ഒരു കൂട്ടം ആൾക്കാർ സമൂഹത്തിലെ ഒരു അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇവരൊരു വിഭാഗം ലാത്തി എന്ന് പറയുന്ന സാധനം കയ്യിൽ വെച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് ഉപദ്രവിക്കുകയാണ്. തിരിച്ച് ഞങ്ങളുടെ കയ്യിലും കൂടെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അമ്മ, ഈ പോലീസുകാർമാരൊന്നും ഇവിടെ കാണും. നീതിയാണോ അനീതിയാണോ തീരുമാനിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. അതിന് പതുക്കെ പതുക്കെ തുടങ്ങുവാണ് രണ്ടും കൂടെ. ഇവിടുന്നേ ലാത്തി ചാർജ് തുടങ്ങും. മിണ്ടാതെ രണ്ടുപേരും കഴിച്ചിട്ട് എന്നിട്ട് പോയിക്കും. ഞാനൊന്നും മിണ്ടുന്നില്ലേ, എനിക്ക് ഇച്ചിരി സാമ്പാർ താ. എന്തോ എത്ര നേരായി വിളിക്കണത്? എന്തുകൊണ്ടൊന്നും വിളിച്ചത്? ഭക്ഷണം കഴിക്കാനായിട്ട്. കഴിക്കണ്ടേ? അത് ഞാൻ പിന്നെ കാണാൻ കഴിച്ചോളാം. ചിലർന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴാ. എത്ര മണിയായിരുന്ന വിചാരം? ഞാൻ കഴിച്ചോളാം ലിപ്പണ്ണേ. എടുത്തു വെച്ചിട്ട് തന്നിട്ട് വേണം എനിക്ക് അമ്മയുടെ കൂടെ ബാങ്കിൽ പോവാൻ. ബാങ്കിലേ? ബാങ്കിൽ എന്തിനാ പോണത്? പൈസ എടുക്കാൻ. അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ എന്തിനാ ചേച്ചനോട് പറയണത്? സാധാരണ പെൻഷൻ എടുക്കാൻ ഞാനില്ലേ അമ്മയ്ക്ക് കൂട്ടു പോകുന്നത്. അത് അമ്മ നിർത്തി. ചെലവ് കൂടുതലാന്ന്. അതവിടെ പെൻഷൻ കിട്ടാൻ താമസിക്കുമ്പോ 2 നാരങ്ങ വെള്ളം കുടിക്കും. അതാണ് എത്ര വലിയ നാരങ്ങ വെള്ളത്തിന്റെ കൂടെ വേറെന്തൊക്കെ കഴിക്കാറുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മയടുത്ത് എത്ര രൂപ ഇസ്കാറുണ്ട്. ഇസ്കാറോ? സുഹൃത്തെ, വയോവൃത്തയ്ക്ക് ഒരു കൂട്ട് പോകുമ്പോ ഒരു കൈത്താങ്ങ്, ഒരു 10-500 അമ്മയ്ക്ക് ഒരു കൂട്ട് പോകുമ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞ നേരത്തെ. കേക്കണ്ട അമ്മേ. പിന്നെ അമ്മ ഒരു 500 രൂപ തരും പെൻഷൻ കിട്ടും, എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേടിച്ച് വെച്ചേക്കണം, ആരും അറിയരുത്. അമ്മ പറഞ്ഞ തരാന്ന്. പക്ഷെ എന്നോട് അമ്മ പറഞ്ഞിട്ടില്ല തരാന്ന്. അല്ല തരും, അല്ല ഒന്ന് ചോദ്യര്. ഞാനേ അമ്മയടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു 500 രൂപ തന്ന, എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത അമ്മയ്ക്ക്. അമ്മ അത് കഴിഞ്ഞ ദിവസം ഏട്ടൻ ഇരുന്നപ്പോ പറഞ്ഞു. ഏട്ടൻ എന്നോട് പറഞ്ഞു ഇനി റൊണാൾഡോ ചേച്ചന് പൈസ ആയിട്ടുള്ള ഒന്നും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കരുതെന്ന്, ഇടപാട് നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇന്നാലും വണ്ടി പൈസ കൊണ്ട് ചെയ്തപ്പോ അമ്മ പറഞ്ഞു മക്കളെ നീ വെച്ചോ, നിനക്ക് അല്ലാതെ തന്നെയാന്ന്. എന്നിട്ട് അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എടി ലീലി നീ വാങ്ങിച്ചു കൊടുത്ത 500 രൂപ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മേടിച്ചേരാൻ പാടാ? ഇല്ല. ശരി, അമ്മയുടെ കയ്യിൽ നിന്ന് താങ്കൾക്ക് മേടിച്ചേരാനല്ലോ ബുദ്ധിമുട്ട്. താങ്കളുടെ കയ്യിൽ നിന്ന് ഒരു 500 എനിക്ക് തരുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഫസ്റ്റ് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് അമ്മയുടെ കൂടെ ബാങ്കിൽ പോകേണ്ടി വരത്തില്ലായിരുന്നു. ആ പൈസ എടുത്ത് ഞാൻ ഏട്ടന് കൊടുത്തിരുന്നെങ്കിൽ ഏട്ടൻ സമാധാനമായിട്ട് കല്യാണത്തിന് കൊണ്ട് കൊടുത്തേനെ. കല്യാണത്തിന് കൊടുക്കാൻ ഏട്ടൻ്റെ പൈസ ഇല്ല. അപ്പൊ അമ്മ പൈസ തരാന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോവുക. പൈസ ഇല്ലെന്ന്. പിന്നെ ഈ 19 പിള്ളേരെ ബിൽഡിങ്ങിന്റെ മേളിൽ കയറ്റി പഠിപ്പിക്കുന്ന പൈസ കിട്ടാണ്. പിന്നെ 19 പിള്ളേർക്ക് അവര് പൈസ തന്നിട്ട് ഞാൻ ഒറ്റക്ക് എടുക്കുകയല്ലേ. എനിക്ക് അവിടെ വാടക കൊടുക്കണ്ടേ ബിൽഡിങ്ങിന്, പിന്നെ കൂടെ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണ്ടേ. പിന്നെ നിങ്ങക്ക് വിചാരമുണ്ട് 50 പിള്ളേരും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൈസ തരുവാന്ന്? അങ്ങനെയൊന്നും അല്ല. ഇന്ന് ചെല്ലുമ്പോൾ ഒരു 2 പേര് തരും. അപ്പൊ കിട്ടുന്ന എത്ര? 1000 രൂപ. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ഒരു 4 പേര് തരും. അപ്പൊ എത്ര? 2000. ഇങ്ങനെ പിച്ച് പങ്കിട്ട് വരുമ്പോ പിന്നെ എന്റെ ഇവിടുന്ന പൈസ ഉണ്ടാവും. ഞാൻ അറിഞ്ഞത് അങ്ങനല്ല. ഫീസ് കൊടുക്കാൻ താമസം ഉണ്ട്. ലില്ലിപ്പെണ്ണ് മുറ പഠിപ്പിക്കത്തില്ല ഞാൻ അറിഞ്ഞത്. മുദ്രകൾ ഇങ്ങനെ കുറച്ചേ പഠിപ്പിക്കത്തുള്ളൂ. എനിക്ക് കാപ്പി എടുത്ത് വെച്ചിരുന്നാ മതി, ഞാൻ പിന്നെ കഴിച്ചോളാം. ആണാ? അല്ലെങ്കിൽ അവിടെ ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചേക്കാം. ദേഹം മൊത്തം ഒരു വല്ലാത്തൊരു വേദന, ഒരു പനിക്കോളും.
അതിന്റെ കാര്യം ഞാൻ അറിഞ്ഞ്. ഇവിടെ വന്ന് പറഞ്ഞു ആ സമരത്തിന് പോകാതിരിക്കാനുള്ള നമ്പർ. ഇവിടെ ഒരു ഗുണമില്ലാത്ത ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി അടികൊള്ളേണ്ട വല്ല കാര്യമുണ്ട്? പിന്നെ അതോ ക്ഷേമനിധി ഓഫീസിന്റെ മുന്നിൽ ധർണ വെച്ചിരുന്നാ മതി, ഞാൻ കഴിച്ചോളാം. അമ്മയുടെ കാര്യം ചോദിച്ചോ അങ്ങനെ 500. ഇല്ല. ഈ പണി ചെയ്യുമെന്ന് ഞാൻ കരുതി. തിരക്കുള്ള പരിപാടികളാണ്. നമുക്ക് നാളെ കാണാം. നാളെ ഉറപ്പായിട്ടും കാണാം. ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. എവിടെ ധർമ്മയ്ക്കുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ? ആ ധർണയ്ക്കുള്ളവർ എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നു. എന്തോന്നാ ഡാൻസാറേ തമാശ കളിക്കണം? എന്റെ അളിയെ ആരുമില്ല, എല്ലാവരും പോയി. ബംഗാളികൾ ഒറ്റ ബംഗാളികൾ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ, 600 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ധർണ എന്ന് പറഞ്ഞ് മുക്കിന് പോസ്റ്റർ കൊണ്ട് ചോദിച്ചും ഇതെല്ലാം ചെയ്തിട്ട് അപ്പക്കൊണ്ട് സാറിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും. ഇത് കളി നടക്കൂല. അവിടെ പോലീസ്, അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഒന്ന് ലാത്തി വീശാൻ വേണ്ടിട്ട് 10 പേരെങ്കിലും വേണ്ടേ? അളിയ പുരുഷു, ബാബു, സുപ്രു, മണി ഇവരെല്ലാം പണിക്ക് പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളെ പണി എന്താണ്? ഇതല്ലേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ പണി. അളിയ അത് നമുക്ക് 3 പേർക്കും. അവർക്ക് ജോലിക്ക് പോയാലേ അവരെ വീട്ടിൽ വല്ല അരി ഉപയോഗത്തുള്ളൂ. എൻ്റെ അൻസാറെ ഇന്നലെ വൈകുന്നേരം ചായയും വടയും വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരും അത് വിഴുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് ക്ഷേമനിധി ഓഫീസിൽ എത്തണം, ധർണ എത്ര മണിക്കാണെന്ന് എല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരും വരാതെ തലയാട്ടിയല്ലോ. പിന്നെ ഇത് എന്തോന്നാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്? എന്റെ അളിയ അവന്മാർക്ക് പേടി. അളിയ നല്ല ലാത്തി ചാർജ് നടക്കുമെന്ന് അവർക്കറിയാം, നല്ല പെട കിട്ടുമെന്ന് അവർക്കറിയാം. അളിയൊന്ന് ആലോചിച്ച് നോക്ക്, രാവിലെ ഞാൻ കണ്ടതാണ് എന്തുമാത്രം പോലീസുകാർ അവിടെ ഉണ്ടെന്ന്. അൻസാറേ അവിടെ ലാത്തി ചാർജ് നടക്കാൻ ലാത്തി ചാർജിനുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പോലീസുകാരൻ എന്നെ വിളിച്ച വിവരം അറിയിക്കും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ നിന്നെ വിളിച്ചറിയിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? കൂട്ടത്തിൽ കൂടി നമ്മളെല്ലാരെയും വിളിച്ചോണ്ട് എങ്ങനെ രക്ഷപ്പെടണം. അല്ല അപ്പൊ അളിയൻ വരുന്നില്ലേ? എനിക്ക് അപ്പക്കൊണ്ട് സാറുമായിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അതിന് പോകണ്ടേ? പിന്നെ എന്തോ മീറ്റിംഗ്? എന്ത് മീറ്റിംഗ് എന്നാ? ഇത് മേൽഘടകത്തിന്റെ അതിൽ പല മീറ്റിംഗും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മേൽഘടകത്തിന്റെ നിർദ്ദേശമാണ്, കീഴ്ഘടകം അനുസരിക്കണം. അല്ലാത്തവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ അപ്പൊ ഞങ്ങളെ ബലിയാടാക്കാനുള്ള പരിപാടിയാണല്ലേ? എന്താണ് അൻസാറെ നീ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഞാൻ കാര്യം പറയാം, പാർട്ടിയും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അടിയിൽ ഇതൊക്കെ തല്ലുവോ കൊള്ളേണ്ടി വരും. പിന്നെ അല്ലാതെ വെറുതെ മെമ്പറായിട്ട് നിന്നെ അങ്ങ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാസം ശമ്പളവും വാങ്ങിച്ച് അങ്ങനെ കക്കൂസും മറ്റേ ഇതിൻ്റെയൊക്കെ ഇത് മാത്രം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ അല്ല, കുറച്ചൊക്കെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി നമ്മൾ ആൾക്കാരെ വായിരിക്കണം, തെറി കേൾക്കണം, തല്ലുകൊള്ളണം, എന്നാലല്ലേ കാര്യമുള്ളൂ. ഇതല്ലാതെ എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്? തിരിച്ചു പോകണം. എവിടെ പോകണം? ഫേഷ്യലാണ് കൊണ്ടുപോകണം. ആ നീ ഒരു കാര്യം ഞാൻ മുത്തലക്ഷ്മിയോട് വിളിച്ചോണ്ട് പോവാ, അവിടെ പോലീസുകാർ ഫേഷ്യൽ ചെയ്ത് തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ല, കേട്ടല്ലോ കാര്യങ്ങൾ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അപ്പക്കൊണ്ട് സാറിനോട് മറുപടി പറയേണ്ടത് ഞാനാണ്. മേൽഘടകത്തിന്റെ നിർദ്ദേശമാണ് ഈ പറയുന്നത്. എല്ലാവരെയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ധർണയ്ക്ക് അവിടെ പങ്കെടുത്തോളണം. ഇല്ലാത്തമാർ ഇനി പാർട്ടിയിലുണ്ടാവില്ല, പാർട്ടി ഓഫീസിന്റെ പരിസരത്തോ ഈ ഏരിയയിലോ കാണൂല. ഹലോ അളിയാ, എന്തോ സാറിന്റെ വീട് അങ്ങോട്ടാ, അങ്ങോട്ട് പോകും. മനുഷ്യന് സ്വസ്ഥത തരണ്ടേ? എങ്ങനെ പിന്നെ എല്ലാം സ്ഥലകാല ബോധം പോയില്ലേ ആൾക്കാരെ? ധർണയ്ക്കെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിക്കൊള്ളണം. ഓ കേട്ടല്ലോ. എവിടെ പോന്നു? അവിടെ നില്ല്. നീ ക്ലീറ്റോ പറഞ്ഞ കേട്ടില്ലയോ? ഈ ധർണയ്ക്ക് മാക്സിമം ആളെ കൂട്ടില്ലെങ്കിൽ ഞാനും നീ എല്ലാരും പാർട്ടിയിൽ നിന്ന് പുറത്താവും. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യും, നീ നമ്മുടെ വായനശാലയുടെ അവിടെ പോയിട്ട് മാക്സിമം നമ്മുടെ ആൾക്കാരെ കൂട്ടും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി ആളെയും കൂട്ടി ഞാൻ അങ്ങ് മറ്റേ ക്ഷേമനിധി ഓഫീസിൽ വരാം. നീ പെട്ടെന്ന് അങ്ങ് വരണം. കുടുംബത്തെ കാര്യമുണ്ടോ ഞാൻ നോക്കട്ടെ. നിന്റെ കുടുംബത്താ? ആ എനിക്ക് മനസ്സിലായി, നീ മുങ്ങുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. ഇതിപ്പോ എല്ലാം എന്റെ തലയിലായല്ലേ. ഞാൻ ഇതിപ്പോ എവിടെ പോയി ആളെ കൂട്ടും? ഒറ്റ ബംഗാളികളെയും കിട്ടാനില്ല. സമയായില്ലല്ലേ? ഒരബദ്ധം പറ്റി. അവിടെ ചെന്നപ്പോഴാണ് നോക്കിയത്. വെറുതെ പോയെന്ന് മാത്രം, ഒരു കാര്യവും നടന്നില്ല. പാസ്ബുക്ക് മാറിപ്പോയി, പഴയ പാസ്ബുക്ക് എടുത്തോണ്ടാ പോയത്. അല്ല എന്തോ കണ്ണുകളെന്തോ വിഷമിക്കണ്ട, ഞാൻ ദേ പോയി ഇതാ പുതിയത് എവിടെ ഇരിക്കണത്? ഫോട്ടോ അവിടെ കിടക്കണം, എന്റെ പെട്ടിയിലുണ്ട്. നോക്കിട്ടൊക്കെ പോണ്ടേ, ഇത് വെറുതെ ഇരട്ടി പണിയായില്ലേ ഇത്. ഞാനെങ്കിലേ വെള്ളായണി വരെ പോവാ. എവിടെയായിരുന്നു വെച്ചത്? ഞാൻ ഇവിടെ കിറ്റെല്ലാം ഇങ്ങോട്ട് ഞാൻ ബാഗിൽ വെച്ചേക്കാം. അമ്മ അത് കൈയും പിടിച്ചോണ്ട് നടക്കണ്ടല്ലോ. ഇവിടെയാണല്ലോ ഞാൻ വച്ചിരുന്നത്. അത് നന്നായിട്ട് പൊക്കി നോക്ക്. ഇല്ലടി, ഞാൻ ഇവിടെ അല്ലേ എടുത്ത് വെച്ചത്, എനിക്കറിഞ്ഞൂടെ. മാർഗം നോക്കട്ടെ. ഇനി എവിടെ പോയി നോക്കാനാ? ഇവിടെയാ? അത് ഇവിടെ കണ്ട് പേപ്പർ
ആ നിങ്ങൾ ഏത് പൈസ? അത് ഞാൻ പിടിച്ചു. ഇവിടെ തന്നെയാണോ വെച്ചത്? ആ, ആ. ഇതെന്തു അമ്മേൻ്റെ അടിയിലൊക്കെ പൈസ ഇരിക്കുന്നു? ആ, ഇന്നാള് ഞാൻ അവിടെയായിട്ട് വച്ചായിരുന്നു. ഞാൻ മറന്നു. ഇത് ഗുളികയൊക്കെ ഇതല്ലേ വെക്കേണ്ടത്? ഗുളിക പാത്രത്തിന് ഇല്ലേ എന്തോ ആ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യണല്ലേ പോണല്ലേ കിട്ടിയില്ലേട്ടാ. കിട്ടിയില്ലേ? ഇല്ല. പാസ്ബുക്ക് ഞാൻ എവിടെയോ ഇവിടെയാണ് വച്ചതെന്ന് എനിക്കറിയാം. വെച്ച സ്ഥലം അറിഞ്ഞില്ല പോയി ശ്ശേ, അത് കിട്ടിയ പാസ്വേഡ് പാസ്ബുക്ക് കിട്ടിയില്ല എൻ്റെ. പൈസ ആ ഇത് എവിടെ വെച്ചെന്ന് അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ഇതിന്റെ അടിയിലാ വെച്ചെന്ന്. അമ്മയുടെ ഇതൊക്കെ തുറന്നു നോക്കിയോടി. ഇതിനകത്തൊക്കെ നോക്കിയോ? ഈ മുണ്ടിൻ്റെ ഇടയിലൊക്കെ വല്ലോ അമ്മ ഓർത്ത് നോക്കിയാ എവിടെ വെച്ചെന്ന്. ഞാൻ അവിടെ വെച്ചത് എനിക്ക് നിങ്ങളൊന്ന് തപ്പി. അമ്മയുടെ ഏതൊരു ഫയലൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ അകത്ത് അങ്ങനെ ഉണ്ടോന്ന് നോക്കിയാ. ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടോ? അതിനകത്ത് വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഫയലിനകത്ത് എന്തിനാ വെക്കണത്? അല്ലെങ്കിൽ ആ ഓട്ടോ പറഞ്ഞിട്ട് നിൽക്കണായിരുന്നു ചുമ്മാ. പൈസകളാണ് അല്ല ഇരിക്കുന്നത്. ഇതെങ്ങനെ അവിടെ കൊണ്ട് വെച്ചേക്കുന്ന പൈസകള്? പൈസ വെക്കാൻ ഒരു സ്ഥലം എത്ര രൂപയാണ് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടും? ഇതിനിടെ എല്ലാം വെച്ചിട്ടുണ്ടാ? ഈ ഡ്രസ്സിന്റെ അകത്ത് വല്ലതും ഉണ്ടോ അമ്മേ? ഈ ഡ്രസ്സിന്റെ അകത്ത് ഉണ്ടോ? ഡ്രസ്സിന്റെ അല്ല ഞാൻ അങ്ങോട്ടൊന്നും കയറി. ചിലപ്പോ എടുത്ത് എറിഞ്ഞോളാം ചിലപ്പോ ഇതൊക്കെ. തലയ്ക്ക് സുഖമില്ലാത്ത അവിടെ ഇരുന്നോളാം അമ്മ, അവിടെ ഇരുന്നോളി. എവിടെയൊക്കെയോ വച്ചിട്ടുണ്ട് ഞാൻ. ഓർമ്മശക്തി ഇല്ലാതെ വന്നാൽ വച്ച സ്ഥലം അങ്ങ് മറന്നു. അല്ലെങ്കിൽ അത് ആരുടെങ്കിലും കയ്യിൽ കൊടുക്കണ്ടല്ലോ അമ്മേ. ഇവിടെ ആരെ ഒളിച്ചു വയ്ക്കാനാ? ആരെയും ഒളിച്ചൊന്നും വയ്ക്കുന്നതല്ല ഞാൻ. ഇന്ന് കിട്ടുന്ന അപ്പം അവിടോട്ട് അങ്ങ് വയ്ക്കും, അത്ര തന്നെ. പിന്നെ അങ്ങ് വിട്ടു. ഇതൊന്നുമില്ല അമ്മ. ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരുന്നേ, അവിടെ നോക്കട്ടെ. പാസ്ബുക്ക് പോയത് പഴയ നമുക്ക് എവിടെ ഇരുന്നാ കിട്ടിയത്? പഴയ പാസ്ബുക്ക് എവിടെ ഇരിക്കുവായിരുന്നു? ഇതൊക്കെണ്ടോ? ഉണ്ട്. ആ ഇതല്ലേ പാസ്ബുക്ക്? അത് തന്നെ. ഇത് തലയിടത്തിരുന്ന ആവശ്യം പോലെ പൈസ ഇരിക്കുന്നു. നോക്കിയോ ഈ പൈസക്ക് എന്താ അവിടെ എവിടെയൊക്കെ വെച്ചത്? പൈസ വയ്ക്കുന്നത് അല്ല, ഞാൻ അത് ഈ കിട്ടിയപ്പോഴത്തേക്ക് തലയ്ക്ക് എനിക്കിങ്ങനെ ഉറങ്ങണമെന്ന് തോന്നി. കൈ പൈസ ചെയ്തപ്പോ ഞാൻ എൻ്റെ മുറി ആരും വരത്തില്ലല്ലോ. അവിടെ കാണുന്നിടത്ത് വെക്കും. കാണുന്നിടത്തല്ലേ ഈ മുറിയിലോട്ട്. ഇനിയിപ്പം ഇതിപ്പോ തികയോ പോവായി? അല്ല ഇനിയിപ്പോ നോക്കട്ടെ. ഇനിയിപ്പോ ട്രഷറി പോയിന്റ് വരില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പം നോക്കട്ടെ. ആവശ്യമില്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നത്. പെട്ടിയിലൊന്നുമില്ലേ? എന്റെ ജിപ്പുണ്ടല്ലോ പൈസകള്. അപ്പൊ ഇനിയിപ്പോ പെട്ടിയൊക്കെ നോക്കടി. ഒന്ന് നോക്കിയാലോ പെട്ടിയിലോട്ട്? എവിടെ അമ്മ ഇരിക്കും അവിടെ. പെട്ടിയിൽ ചിലപ്പോ കാണുമോ? എന്റെ പൊന്നേ, നീ ആദ്യം ഒരു കാര്യം ചെയ്യ്. ആ ഓട്ടോക്കാരനങ്ങ് പറഞ്ഞു തികയോ? തികയും. ഇത്രയും പൈസ അവിടെ ഇവിടെ വെച്ചിരിക്കുവായിരുന്നല്ലേ? ഇനി അങ്ങോട്ട് പോകണ്ട ചേട്ടാ. ഇന്ന് നമുക്ക് തിരിച്ചു പോവണ്ട. എത്രയായി? 50. ആ ബി നിലവറ തുറന്നപ്പോ ഇത്രയും കിട്ടി. ഇനി സി ഡിയുടെ തുറക്കേണ്ടിയിരിക്കുന്നു. എടാ, അങ്ങനെ ആരെയും ഒളിപ്പിച്ചൊന്നും ഞാൻ വയ്ക്കുന്നതല്ല. കിട്ടുന്നത് അവിടെ ഒളിപ്പിച്ചല്ല. സി ഡിയുടെ എടുത്താല് മുത്തിന്റെ, നല്ലുവിന്റെ, സയ്യുന്റെ ഒക്കെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തുറക്കട്ടാ? നല്ല കാര്യമല്ലേ? തുറക്കട്ടാ? തുറന്ന് നോക്കല്ലേ? നോക്കട്ടെ. തുറക്കണോ ഇപ്പൊ? പിന്നെ കിട്ടിയാ? ഇല്ല, ഞാൻ പറയായിരുന്നു കൊച്ചുകളെ കെട്ടിച്ചുള്ള പൈസ എവിടെ വിളിപ്പിച്ചിട്ടുണ്ടാവുന്നു. ഇതെന്തോന്ന്? എല്ലാം കൂടെ എടുക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ എത്ര രൂപയുണ്ട്? ഇതെനിക്ക് ആവശ്യത്തിന് അധികം ഉണ്ട്. 1000 രൂപ അധികം ഉണ്ട്. അല്ല, ഏട്ടന് 3000 രൂപ പോരെ? ബാക്കി പൈസ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്ക്. എന്ത്
അമ്മ അത് അവിടെ ഇവിടെ ഒക്കെ വെച്ചല്ലേ, അമ്മ തന്നെ വെച്ചോട്ടെ. പഴയ 1000 രൂപ. അത് ഞാൻ തരാം. അത് ഞാൻ തരാം. ഞാൻ വെച്ചേക്കും. എനിക്ക് വെച്ചിരിക്കാനേ പറ്റുള്ളൂ, നിങ്ങൾ എടുക്കൂലത്. ഇതൊക്കെ നിർത്തി. എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണല്ലോ എൻ്റെ Aliens.